സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. ഞാൻ മായ. N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. നവകേരള സദസ്സിൽ പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല. ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് അധ്യാപകരും ജീവനക്കാരും കൂട്ടവധിയെടുത്തതോടെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ലക്കിടി കുഞ്ചൻ സ്മാരകം അടച്ചു. മാസങ്ങളായി ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് ലക്കിടി കുഞ്ചൻ സ്മാരകത്തിലെ 7 അധ്യാപകരും 2 അധ്യാപകേതര ജീവനക്കാരും കൂട്ട അവധിയിൽ പ്രവേശിച്ചതോടെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ലക്കിടി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അടച്ചു. അധ്യാപകർ തിങ്കളാഴ്ച മുതലും ജീവനക്കാർ ചൊവ്വാഴ്ച മുതലുമാണ് അവധിയിൽ പ്രവേശിച്ചത്. സ്മാരകം തുറക്കാതായതോടെ സന്ദർശനങ്ങളും അധ്യാപകർ അവധിയിലായതോടെ ക്ലാസുകളും മുടങ്ങിയിരുന്നു. അധ്യാപകർക്ക് 16 മാസത്തെയും ജീവനക്കാർക്ക് 11 മാസത്തെയും ശമ്പളം കുടിശ്ശികയാണ്. നിത്യവൃത്തിക്ക് പോലും വഴിയില്ലെന്ന് ജീവനക്കാർ പറയുന്നു. സ്മാരകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ശമ്പള കുടിശ്ശികയെ തുടർന്ന് ജീവനക്കാർ കൂട്ടവധിയിൽ പോകുന്നത്. കുടിശ്ശിക പ്രശ്നത്തിൽ നവകേരള സദസ്സിൽ ജീവനക്കാർ പരാതിയും നൽകിയിരുന്നു. ക്ലാസുകൾ മുടങ്ങുന്നതിൽ വിഷമമുണ്ടെന്നും മറ്റു വഴികൾ ഇല്ലാത്തതിനാലാണ് അവധിയെടുത്തതെന്നും ജീവനക്കാർ പറയുന്നു. പുതിയ ഭരണസമിതി ചുമതലയേറ്റിട്ടും ശമ്പള കുടിശ്ശിക പ്രശ്നത്തിന് പരിഹാരമായില്ല. ശമ്പള കുടിശ്ശികയുടെ കാര്യത്തിൽ 2 ദിവസത്തിനുള്ളിൽ നടപടി ഉണ്ടാകുമെന്ന് സ്മാരകം സെക്രട്ടറി NM നാരായണൻ നമ്പൂതിരി അറിയിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് ദിനത്തിന്റെ ഭാഗമായി രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു. പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡായ ചെറുമുണ്ടശ്ശേരിയിൽ രോഗി ബന്ധു സംഗമം നടത്തി. സാന്ത്വന പരിചരണ പദ്ധതിയിൽ നിന്നും ആനുകൂല്യം ലഭിക്കുന്ന 34 ഗുണഭോക്താക്കൾക്ക് പുതപ്പ് വിതരണം ചെയ്തുകൊണ്ട് പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മുഹമ്മദ് കാസിം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അധ്യക്ഷത വഹിച്ചു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ അനിജ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുധി, പാലിയേറ്റീവ് നഴ്സ് ബിന്ദു, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഒറ്റപ്പാലത്ത് വയോധിക ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചു. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ വയോധിക ട്രെയിനിൽ നിന്ന് കാൽവഴുതി വീണ് മരിച്ചു. തിരുവില്ലുവാമല പാമ്പാടി പള്ളിപ്പറ്റ വീട്ടിൽ ദിവാകരന്റെ ഭാര്യ രത്നകുമാരിയാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് തിരുവില്ലാമല ഡിവിഷൻ മെമ്പറും CPI ചേലക്കര മണ്ഡലം കമ്മിറ്റി അംഗവുമായ ദീപാസ് നായരുടെ മാതാവാണ് രത്നകുമാരി. ഇന്ന് പുലർച്ചെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ട്രെയിനിൽ നിന്നും ഇറങ്ങാൻ ശ്രമിക്കവേ കാൽ വഴുതി ട്രെയിനിന്റെ അടിയിൽപ്പെട്ടതിനെ തുടർന്നാണ് ദാരുണാന്ത്യം സംഭവിക്കുന്നത്. ഇനി ഒരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലി ആയ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. വാർത്തകൾ തുടരുന്നു. കാറൽ മണ്ണയിൽ സംഘടിപ്പിച്ച ക്ഷീര ക്ലബ്ബ് P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു.
സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് ശ്രീകൃഷ്ണപുരം ക്ഷീരവികസന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാറൽമണ്ണ NNM UP സ്കൂളിൽ ആരംഭിച്ച സ്റ്റുഡൻസ് ഡയറി പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ ക്ഷീരകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ക്ഷീരപരിപാലനം പരിചയപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് ഇത്തരം ക്ലബ്ബുകൾ ആരംഭിക്കുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട പുതുതലമുറയ്ക്ക് ക്ഷീരമേഖലയെ പരിചയപ്പെടുത്തുന്നതിനും താൽപ്പര്യം വളർത്തുന്നതിനുമായി ക്ഷീരവികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്റ്റുഡൻസ് ഡയറി ക്ലബ്. പാലക്കാട് ജില്ലയിൽ 2023-24 സാമ്പത്തിക വർഷം പദ്ധതി നടപ്പാക്കുന്നതിനായി തിരഞ്ഞെടുത്തത് കാറൽമണ്ണ NNM UP സ്കൂളിനെയാണ്. പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പശുപരിപാലനം, പാലുൽപ്പന്ന നിർമ്മാണം എന്നീ വിഷയങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ ഉതകുന്ന ക്ലാസുകൾ നൽകുകയും ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിക്കാൻ അവസരമൊരുക്കുകയും ചെയ്യും. കാറൽമണ്ണ NNM UP സ്കൂളിൽ നടന്ന പരിപാടിയിൽ ചെർപ്പളശ്ശേരി നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ അധ്യക്ഷനായി. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നവജീവൻ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച ചെറിയ ചെറിയ വലിയ കാര്യങ്ങൾ എന്ന ചിത്രം നാളെ പ്രദർശനത്തിനെത്തും. സമൂഹത്തിലെ അനീതികൾക്കെതിരെ പോരാടുന്ന വിദ്യാർത്ഥികളുടെ കഥ ദൃശ്യവൽക്കരിക്കുന്ന നവജീവൻ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച ചെറിയ ചെറിയ വലിയ കാര്യങ്ങൾ എന്ന ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്നു. 2019 നവംബറിൽ ചിത്രം റിലീസ് ചെയ്തിരുന്നെങ്കിലും കോവിഡ് പ്രതിസന്ധികൾ മൂലം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായി സാധിച്ചില്ല എന്നതിനാലാണ് വീണ്ടും ചിത്രം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാനായി അണിയറ പ്രവർത്തകർ തയ്യാറായത്. ജനുവരി 19 മുതൽ ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്ററിൽ ഉച്ചയ്ക്ക് 2:30 മുതലാണ് ചിത്രത്തിന്റെ പ്രദർശനം. കോളേജ് അധ്യാപകൻ കൂടിയായ രവീന്ദ്രൻ വൈരങ്കോട് തിരക്കഥ എഴുതി സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിൽ മുൻ ആരോഗ്യമന്ത്രി VC കബീർ, തമിഴ് മലയാള സിനിമകളിലൂടെ ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ സന്തോഷ് സരസ്, ഹരീഷ് പള്ളിക്കം, പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരൻ രാജേഷ് കുഞ്ചൻ സ്മാരകം, സ്വാതന്ത്ര്യ സമര സേനാനി കണ്ണൻ നീലേശ്വരം, മജീഷ്യൻ സുധീർ മാടകത്ത്, ശങ്കരൻ നമ്പൂതിരി, ബച്ചൻ കാഞ്ഞങ്ങാട്, സുന്ദർ K. ആചാരി, വിനോദ് ഗുരുവനം, ജോയ് NV, ജയരാജ്, രാകേഷ് ഏലംകുളം, ഇന്ദ്രജിത്ത്, അജയ് ലാൽ, സൂരജ് വാഴംകുന്നത്ത്, വൈഷ്ണവി, ഉണ്ണിമായ, ആതിര, സുകന്യ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന താരങ്ങളായി അഭിനയിക്കുന്നത്. ബാലതാരങ്ങളായി അശ്വിൻ കൃഷ്ണ ജിഷ്ണുനാഥ്, ദേവയാനി, അക്ഷര, ജോസ്, അക്ഷയ്, കാർത്തിക് വള്ളത്തോൾ തുടങ്ങിയവരും വേഷമിടുന്നു. പ്രവീൺ സുമേര ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിൽ സംവിധായകന്റെ തന്നെ വരികൾക്ക് അദ്ദേഹത്തിന്റെ മകനായ അശ്വിൻ കൃഷ്ണ ജിഷ്ണുനാഥാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ എഡിറ്റിംഗ് വിശ്വൻ പെരുകമനയും, പശ്ചാത്തല സംഗീതം എടപ്പാൾ ജോയ് മാധവനും, വസ്ത്രാലങ്കാരം വിപിൻ, ലളിത ബാലകൃഷ്ണൻ തുടങ്ങിയവരും കൈകാര്യം ചെയ്തിരിക്കുന്നു. റീന പാലക്കാട്ടാണ് ചിത്രത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ 7-ലധികം ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് പ്രിയേഷ് നീലേശ്വർ, പ്രസീത പരമേശ്വർ, സാന്ദ്ര ദേവരാഗം, ദേവയാനി രാജൻ, ജയകുമാർ, ഉമേഷ്, ലിമേഷ്, ജ്യോതിക, സുരേഷ് നാരായണൻ, തൃഷ്ണ, അമൃത, മായ ബിബിൻദാസ്, സോനു വർഗീസ്, ശ്രീലക്ഷ്മി സുരേഷ് എന്നിവരാണ്. തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാനുള്ള ശേഷി ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് ഒരു വേറിട്ട ശബ്ദമാകുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ പോരാട്ടത്തിന്റെ കഥയാണ് ഈ ചിത്രം പ്രധാനമായും കൈകാര്യം ചെയ്യുന്നതെന്ന് ചിത്രത്തിന്റെ സംവിധായകൻ രവീന്ദ്രനാഥ് വൈരങ്കോട് പറഞ്ഞു. കേരളത്തിൽ രൂപം കൊണ്ട നവജീവൻ നവകലാകേന്ദ്രം എന്ന കലാസംഘടന, ആ സംഘടന 2005 മുതൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് 2016 ആയപ്പോഴേക്കും സിനിമ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുവാനുള്ള സൗകര്യമൊരുക്കി നവജീവൻ്റെ സ്വന്തം ആർട്ടിസ്റ്റുമാരെ ഉൾക്കൊണ്ടുകൊണ്ട് പുതുമുഖങ്ങൾക്ക് പരമാവധി അവസരം നൽകിക്കൊണ്ടാണ് ഈ സിനിമ തയ്യാറാക്കിയിരിക്കുന്നത്. നവജീവൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരിക്കുന്ന ഈ സിനിമയുടെ കോർഡിനേറ്റർ കൂടിയായ മജിഷ്യൻ അഡ്വക്കേറ്റ് സുധീർ മാടകത്ത്, അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിക്കുകയും ഈ സിനിമയിൽ ആത്മഹത്യക്കെതിരെയും മദ്യമയക്കുമരുന്ന് വിപത്തിനെതിരെയും ശക്തമായ ബോധവൽക്കരണം മാജിക്കിലൂടെ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. സിനിമ കേരള ജനതയ്ക്ക് ഉതകുന്നതായിരിക്കും. തെറ്റുകൾക്കെതിരെ ശബ്ദിക്കുവാനുള്ള ശേഷി നേടുന്നതിന് വിദ്യാർത്ഥി സമൂഹം ഈ സിനിമ കാണണം, ഇതിലെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് നവജീവൻ ഫിലിംസിന് വേണ്ടി പറയാനുള്ളത്. ചിത്രത്തിലെ ഓരോ ഗാനങ്ങളും ഒന്നിൽ നിന്ന് വേറിട്ട് നിൽക്കണമെന്ന ചിന്തയോടുകൂടിയാണ് ഈണങ്ങൾ ഒരുക്കിയിരിക്കുന്നതെന്ന് സംഗീത സംവിധായകൻ അശ്വിൻ കൃഷ്ണ ജിഷ്ണുനാഥ് പറഞ്ഞു. മ്യൂസിക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരുന്നു ഈ പാട്ടുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നിനോട് ഒന്ന് ബന്ധമില്ലാത്ത രീതിയിലാണ് പാട്ടുകളുടെ ട്യൂൺ വന്നിട്ടുള്ളത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായില്ല. പിന്നെ നമ്മുടെ ഈ പാട്ടുകളിലൂടെ തന്നെ കഥ പറഞ്ഞു പോകുന്ന രീതിയിലാണ് സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാട്ടുകൾ കേൾക്കുമ്പോഴും ആൾക്കാർക്ക് ഇത്രയും പാട്ടുകളോ എന്നുള്ളൊരു തോന്നൽ സിനിമ കാണുമ്പോൾ വരില്ല. എന്തു മനോഹരം കാഴ്ചയും അതിമോഹനം, ദൈവമേ നിൻ സൃഷ്ടിയത്ര കാണുവാൻ മനോഹരം.
നവജീവൻ ഫിലിംസ് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും നിർവഹിക്കുന്ന ഈ സിനിമ ജനുവരി 19 ഒറ്റപ്പാലത്ത് പ്രദർശനം ആരംഭിക്കുമ്പോൾ എല്ലാ വിഭാഗം പ്രേക്ഷകരുടെയും പിന്തുണ നവജീവന്റെ സിനിമാ സംരംഭത്തിന് ഉണ്ടാവണമെന്ന് സംവിധായകൻ രവീന്ദ്രനാഥ് വൈരങ്കോട്, ചിത്രത്തിലെ അഭിനേതാവും സംഗീത സംവിധായകനുമായ അശ്വിൻ കൃഷ്ണ ജിഷ്ണുനാഥ്, നവജീവൻ ആർട്സ് തിരൂർ മേഖല ഭാരവാഹി കുഞ്ഞീസു ആയപ്പള്ളി, നവജീവൻ തൃശൂർ ജില്ലാ ഭാരവാഹി മുരളി പൊറ്റേക്കാട്, ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച രാകേഷ് ഏലംകുളം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെറിയ ചെറിയ വലിയ കാര്യങ്ങൾ എന്ന ചിത്രം നാളെ പ്രദർശനത്തിനൊരുങ്ങുമ്പോൾ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ആദ്യ മുഴുനീള ചിത്രം നിർമ്മിക്കുന്ന ത്രില്ലിലാണ് അശ്വിൻ കൃഷ്ണ ജിഷ്ണുനാഥ്. ഈ ഭൂമി എന്നും സ്നേഹാലയം, ഈ മണ്ണിൽ നാം എന്നും തീർത്ഥാടകർ, ഒരു നാളിൽ നാം എത്തിയൂഴിൽ എന്നു മടങ്ങുമെന്നാരറിവോ, എന്നു മടങ്ങുമെന്നാരറിവോ. നവജീവൻ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ചെറിയ ചെറിയ വലിയ കാര്യങ്ങൾ എന്ന 2 മണിക്കൂർ 20 മിനിറ്റ് ദൈർഘ്യമുള്ള മലയാള സിനിമയിൽ മുഖ്യ ബാലതാരമായി വേഷമിടുകയും ഈ ചിത്രത്തിലെ 7-ലധികം വരുന്ന ഗാനങ്ങൾക്ക് സംഗീത സംവിധാനവും ഓർക്കസ്ട്രേഷനും നിർവഹിക്കുകയും ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ വൈരങ്കോട് സ്വദേശിയായ അശ്വിൻ കൃഷ്ണ ജിഷ്ണുനാഥാണ്. ഇപ്പോൾ DED കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന അശ്വിൻ എറണാകുളം ജില്ലയിലെ സൗത്ത് ഏഴിപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോഴാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അതിനുശേഷം മലപ്പുറം ജില്ലയിൽ ചേരൂരാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴായിരുന്നു ഈ സിനിമയിലെ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനവും ഓർക്കസ്ട്രേഷനും നിർവഹിച്ചത്. അനീതികൾക്കെതിരെ പോരാടുന്ന വിദ്യാർത്ഥികളുടെ കഥ പറയുന്ന ഈ സിനിമ പൂർത്തീകരിക്കുവാൻ 3 വർഷങ്ങൾ വേണ്ടിവന്നു. കക്ഷിരാഷ്ട്രീയ മതപരമായ വേർതിരിവില്ലാത്ത നവജീവൻ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥികളുടെ വിങ്ങായ നവജീവൻ യുവജനവേദിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ അശ്വിൻ കൃഷ്ണ ജിഷ്ണുനാഥ് നവജീവൻ നവകലാകേന്ദ്രയുടെ മാജിക് കലാകാരൻ കൂടിയാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ബോധവൽക്കരണ മാജിക് ഷോകളും മറ്റ് സ്റ്റേജ് പ്രോഗ്രാമുകളും അവതരിപ്പിച്ചു വരുന്ന ഈ വിദ്യാർത്ഥി മൃതി എന്ന ഷോർട്ട് ഫിലിമിന് വേണ്ടി അസോസിയേറ്റ് ഡയറക്ടറായും പശ്ചാത്തല സംഗീതം ചെയ്തും പ്രവർത്തിച്ചു. ഈ നവജീവൻ ഫിലിംസിൻ്റെ ചെറിയ ചെറിയ വലിയ കാര്യങ്ങൾ എന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടറും അതുപോലെ ഓർക്കസ്ട്രേഷൻ പാട്ടുകൾക്ക് ചെയ്തിട്ടുള്ളതും ഞാനാണ്. എൻ്റെ പേര് അശ്വിൻ കൃഷ്ണ ജിഷ്ണുനാഥ് എന്നാണ്. അപ്പോൾ ഈ സിനിമയിലെ 10ഓളം വരുന്ന പാട്ടുകളുണ്ട്. അതിനെല്ലാം മ്യൂസിക് സംഗീത സംവിധാനവും അതുപോലെ ഓർക്കസ്ട്രേഷനും നിർവഹിച്ചിട്ടുണ്ട്. ഈ പാട്ടുകൾക്ക് നമ്മൾ മ്യൂസിക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരുന്നു ഈ പാട്ടുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നിനോട് ഒന്ന് ബന്ധമില്ലാത്ത രീതിയിലാണ് പാട്ടുകളുടെ ട്യൂൺ വന്നിട്ടുള്ളത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായില്ല. പിന്നെ നമ്മുടെ ഈ പാട്ടുകളിലൂടെ തന്നെ കഥ പറഞ്ഞു പോകുന്ന രീതിയിലാണ് സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാട്ടുകൾ കേൾക്കുമ്പോഴും ആൾക്കാർക്ക് ഇത്രയും പാട്ടുകളോ എന്നുള്ളൊരു തോന്നൽ സിനിമ കാണുമ്പോൾ വരില്ല. ഇല്ല, ഇത് കർണാടക സംഗീതം ഞാൻ പഠിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അങ്ങനെ രാഗം ബേസ് ചെയ്തിട്ടല്ല നമ്മൾ ട്യൂൺ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ കഥ എന്താണ് ആവശ്യപ്പെടുന്നത് ആ രീതിയിലാണ് ട്യൂണ് ചെയ്തിട്ടുള്ളത്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഇതിൻ്റെ മ്യൂസിക്കും അതുപോലെ ഓർക്കസ്ട്രേഷനും ചെയ്തിട്ടുള്ളത്. നമ്മൾ അന്ന് എൻ്റെ ലെവലിൽ വെച്ചിട്ട് നമ്മൾ ഒറ്റ കീബോർഡ് വെച്ചിട്ടാണ് ഇതിൻ്റെ മാക്സിമം വർക്കും തീർത്തിട്ടുള്ളത് പാട്ടുകളുടെ. അപ്പോൾ ഒറ്റ കീബോർഡ് തന്നെ നമ്മൾ റിതം ആയാലും അതുപോലെ ട്യൂണുകൾ കാര്യങ്ങളായാലും അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഓർക്കസ്ട്രേഷൻ മൊത്തം ഞാൻ തന്നെയാണ് ഒറ്റയ്ക്കാണ് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ മിക്സിങ്ങും ചെയ്തിട്ടുള്ളത് എടപ്പാൾ ജോയ് മാധവൻ സാറാണ്. ഇവിടെ എടപ്പാൾ ക്രിയേറ്റീവ് സ്റ്റുഡിയോയിലാണ് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പാട്ടുകൾക്ക് ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് ഞാൻ. കോഴിക്കോട് സുരേഷ് നാരായണന്റെ 10ഓളം ഭക്തിഗാനങ്ങൾക്കും LIC ഏജന്റ് അസോസിയേഷന് വേണ്ടിയുള്ള സ്വാഗതഗാനത്തിനും സംഗീത സംവിധാനവും ഓർക്കസ്ട്രേഷനും നിർവഹിച്ചു. മുഹബത്തിൻ നിക്കാഹ്, റസിയ നിനക്കായ്, മാനസമൊട്ട്, വിഷുക്കാലം, വൈരങ്കോട് വാഴും ദേവി ഭക്തിഗാനം എന്നീ സംഗീത ആൽബങ്ങളിലും കലിയുഗത്തിൽ ഒരു വിശുദിനം എന്ന ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചു.
എറണാകുളം ജില്ലയിലെ സൗത്ത് ഏഴിപ്പുറം മേച്ചേരിമുകൾ ദേവീക്ഷേത്രത്തിലെ ശ്രീജഗദീശ്വരി ഭക്തിഗാന ഓഡിയോ CD-ക്ക് വേണ്ടി ഗാനം ആലപിച്ചു. പൂമുഖം സാംസ്കാരിക വേദിയുടെ ബാലവിസ്മയം പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. പാട്ടുകൾ പാടിയിട്ടുള്ളത് 10 പാട്ടുണ്ടായതുകൊണ്ട് അത്രയും സിംഗേഴ്സും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഈ പാട്ട് ഞാൻ പാടിയ ഈ ഭൂമി എന്നും എന്നുള്ള പാട്ട് പാടിയിട്ടുള്ളത് നമ്മുടെ നവജീവൻ എന്ന സംഘടനയുടെ സ്റ്റേറ്റ് സിംഗറായ പ്രിയേഷ് നീലേശ്വരാണ്. അതുപോലെ പ്രസീത നീലേശ്വർ, സാന്ദ്ര ദേവരാഗം, അതുപോലെ സുരേഷ് കുമാർ, ലിമേഷ്, ജ്യോതിക വാഗമോളി, അതുപോലെ നിരവധി ഗായകർ. ഇതിൽ പുതുമുഖങ്ങളാണ് ഇവരെല്ലാവരും. ഗായകരായാലും അഭിനേതാക്കളായാലും എല്ലാവരും ഇത് സിനിമയിൽ വന്നിട്ടുള്ള പുതുമുഖങ്ങളെയാണ്. നമ്മൾ പുതുമുഖങ്ങളെ സപ്പോർട്ട് ചെയ്ത് അവരെ നല്ലൊരു നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുതിയതായിട്ട് പാടിയിരുന്ന നമ്മുടെ നാട്ടിലെ ഗായകർക്കും അവർക്കൊക്കെ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ ഒരു ചാൻസ് കൂടിയാണ് ഈ സിനിമ ഒരുക്കി വെച്ചിട്ടുള്ളത്. 10 പാട്ടിൻ്റെ ഓർക്കസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെല്ലെ മെല്ലെയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം കൂടി ഒപ്പം ചെയ്യാതെ ഓരോ ടൈം വെച്ചിട്ട് മൊത്തം പറഞ്ഞാൽ ഒരു 6 മാസത്തിൻ്റെ അടുത്ത് മ്യൂസിക് ചെയ്യാനും അതുപോലെ ഓർക്കസ്ട്രേഷനും കൂടി നമ്മൾ ടൈം എടുത്തിട്ടുണ്ട്. ആ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ കഥ എന്താണെന്ന് മനസ്സിലാക്കുകയാണ് മുഴുവനായിട്ടും. ആ പാട്ട് എവിടെയാണ് വരുന്നത്, അതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ വരികൾ ആ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ആ കഥയുടെ ആ രീതിയിൽ തന്നെ വരികൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആ ട്യൂൺ എങ്ങനെ വേണമെന്നുള്ളത് ഡയറക്ടറോടും അതുപോലെ പ്രൊഡ്യൂസറോടൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ പാടുന്നവരും അതിൽ ഒരുപാട് ഇംപ്രവൈസേഷൻസ് വരുത്തിയിട്ടുണ്ട്. ആ ഒരു ഫീൽ കേൾക്കുന്ന ആൾക്കാരിലേക്ക് ആ ഫീൽ എത്തിക്കാൻ സിംഗേഴ്സും കാര്യമായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. കൂടാതെ ചെറിയ ചെറിയ വലിയ കാര്യങ്ങൾ എന്ന ഈ ചിത്രത്തിലൂടെ രാകേഷ് ഏലംകുളം എന്ന പുതുമുഖ താരത്തിൻ്റെ സിനിമാ ലോകത്തിലേക്കുള്ള ചുവടുവയ്പും കൂടിയാവുകയാണ് ഈ ചിത്രം. കഴിഞ്ഞ 7 വർഷമായിട്ട് നവജീവൻ നവകലാകേന്ദ്ര എന്ന കലാസംഘടനയുമായി പ്രവർത്തിച്ചു പോരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലയിലും ഞങ്ങളുടെ കലാപ്രവർത്തനങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. 2005 സ്ഥാപിതമായ നവജീവനിൽ കഴിഞ്ഞ 7 വർഷം മുമ്പെയാണ് ഞാൻ ഭാഗമാകുന്നത്. തികച്ചും അവിചാരിതമായിട്ട് നവജീവൻ്റെ ഭാഗമായതാണ്. ഓഡിയോ ആൽബം, വീഡിയോ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിനിമ എന്ന ആശയത്തിലേക്ക് നവജീവൻ വരുന്നതും പുതുമുഖങ്ങളെ പരമാവധി ഉൾക്കൊള്ളിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഡയറക്ടർ ഇരിക്കുന്ന സമയത്താണ് ഞാനന്ന് വ്യക്തി പരിചയപ്പെടുന്നതും തികച്ചും വിചാരിതമായി ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ സാധിച്ചത്. അതിൻ്റെ സന്തോഷം ആദ്യമേ അറിയിക്കുന്നു. ജില്ലാ കലക്ടറുടെ വേഷത്തിലാണ് ഞാൻ ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കലാരംഗത്തും മറ്റ് സമൂഹത്തിലെ അനീതിക്കെതിരെ പ്രതികരിക്കണം എന്ന ഒരു മനോഭാവത്തോടു കൂടി വളർന്നു വന്ന് കലക്ടറായി മാറിയ ഒരു കുട്ടിക്ക് കിട്ടുന്ന സ്വീകാര്യത കണ്ട് സിനിമയിൽ മറ്റു വ്യക്തികൾക്ക് മാനസാന്തരം സംഭവിക്കുന്ന ഒരു പ്രമേയമാണ് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഗ്രാമീണ തപാൽ ജീവനക്കാർ പണിമുടക്കി. അധികാരികളുടെ ആട്ടും തുപ്പും പരിഷ്കാരങ്ങൾ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകളിൽ 8 മണിക്കൂർ ജോലിയും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും നൽകുക, 10 അവകാശ പത്രിക അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗ്രാമീണ തപാൽ ജീവനക്കാർ രാജ്യവ്യാപകമായി പണിമുടക്കി. AIG, DSU, NUGDS യൂണിയനുകളുടെ സംയുക്ത സമരസമിതിയാണ് പണിമുടക്ക് സമരത്തിന് നേതൃത്വം നൽകിയത്. 2018 അംഗീകരിച്ച കമലേഷ് ചന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലെ അനുകൂല ശുപാർശകൾ നടപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകി 5 വർഷം കഴിഞ്ഞിട്ടും വാഗ്ദാന ലംഘനം തുടരുന്ന സാഹചര്യത്തിൽ ഡിസംബർ 5 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുന്നതിന്റെ മുന്നോടിയായാണ് ഏകദിന പണിമുടക്ക് നടന്നത്. ഒറ്റപ്പാലം ഡിവിഷനിൽ പണിമുടക്കിയ ജീവനക്കാർ ഷൊർണൂർ സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തി. സംയുക്ത സമരസമിതി സംസ്ഥാന കൺവീനർ K. ജാഫർ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റും ഇന്ത്യ ഗവൺമെന്റും ഒരു ഏകാംഗ കമ്മീഷനെ നിയമിക്കുകയുണ്ടായി. കമലേഷ് ചന്ദ്ര എന്ന റിട്ടയർഡ് ഉദ്യോഗസ്ഥനെയായിരുന്നു അത് തീരുമാനിച്ചത്. എന്നാൽ അദ്ദേഹം രാജ്യത്തിന്റെ 23 സർക്കിളുകളിലും വിവിധ സംസ്ഥാനങ്ങളിലും ജീവനക്കാരുമായും ആ പ്രദേശത്തെ ജനങ്ങളുമായും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തുകൊണ്ട് ഒരു 432 പേജുള്ള വലിയൊരു റിപ്പോർട്ട് രാജ്യത്തെ ഗവൺമെന്റിന് സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ
ജീവനക്കാർക്ക് ഗുണകരമാവുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം അതിൽ നിന്ന് പിഴുതു മാറ്റിക്കൊണ്ട് 16 ദിവസത്തെ ഐതിഹാസിക പണിമുടക്കിനൊടുവിൽ 2018 ജൂൺ മാസം 6-ാം തീയതി ഡിപ്പാർട്ട്മെന്റ് ഇത് അംഗീകരിക്കുന്നതിന്റെ ഭാഗമായി പുറത്തു വന്നപ്പോൾ ജീവനക്കാരെ ആകമാനം വഞ്ചിക്കുന്ന തരത്തിലുള്ള ഓർഡറുകളാണ് 25-ാം തീയതിയും 27-ാം തീയതിയും പുറത്തിറങ്ങിയത്. ഇത് മനസ്സിലാക്കിയ ജീവനക്കാർ അസംതൃപ്തരാകുകയും അവരുടെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പ്രക്ഷോഭ സമരവുമായി ആൾ ഇന്ത്യ ഗ്രാമീണ ഡാക് സേവക് യൂണിയനും നാഷണൽ ഫെഡറേഷൻ ഓഫ് GDS യൂണിയനും സംയുക്തമായി സമരം നടത്തുകയാണ് ഉണ്ടായത്. ഒറ്റപ്പാലം ഡിവിഷൻ സമിതി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ തിരുവാഴിയോട് അധ്യക്ഷത വഹിച്ചു. TVM അലി, MM രാമകൃഷ്ണൻ, MV ഷംനാഥ്, K ജയദേവൻ, V കല്യാണക്കുട്ടി, K ആനന്ദൻ, PK സോമനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. അയലൂർ സർക്കാർ UP സ്കൂളിൽ മാതൃക പ്രീ പ്രൈമറി ഉദ്ഘാടനം ചെയ്തു. അയലൂർ സർക്കാർ UP സ്കൂൾ ഇനി മാതൃക പ്രീ പ്രൈമറിയുടെ ഉദ്ഘാടനം K ബാബു MLA നിർവഹിച്ചു. SSK സ്റ്റാർസ് പദ്ധതിയിലൂടെ അനുവദിച്ച 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പ്രീ പ്രൈമറി പ്രവർത്തനങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കായി കളിസ്ഥലങ്ങൾ, വായനയ്ക്കും ഉല്ലസിക്കുന്നതിനുമായി സ്കൂളിന്റെ 16 സ്ഥലങ്ങളിൽ വായനാമൂല ഉൾപ്പെടെ വിവിധ പേരുകളിൽ സ്ഥലങ്ങൾ കുട്ടികളെ ആകർഷിക്കും വിധം സ്കൂളിന്റെ ചുമരുകളിൽ പെയിന്റിംഗ് ഉൾപ്പെടെ ചെയ്ത് ആകർഷകമാക്കിയാണ് പ്രീ പ്രൈമറി മാതൃക പ്രീ പ്രൈമറിയാക്കി മാറ്റിയത്. അയലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S വിഘ്നേഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ R ചന്ദ്രൻ, അയലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജീന ചാൻ മുഹമ്മദ്, SSK DPO MR മഹേഷ് കുമാർ, പ്രധാന അധ്യാപകൻ B പത്മകുമാർ, PTA പ്രസിഡന്റ് CP വിനോദ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വച്ഛതാ ഹി സേവ എന്ന പരിപാടിയുടെ ലോഗോപ്രകാശനവും ശുചിത്വവും മാലിന്യ സംസ്കരണവും എന്ന വിഷയത്തിൽ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ബോധവൽക്കരണ ക്ലാസിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനവും ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സുമതി, റിസോഴ്സ് പേഴ്സൺ T രഹന, ഹെൽത്ത് ഇൻസ്പെക്ടർ P രമ്യ, PS ആര്യ തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്രത്തിൽ ഇന്ന് NTR ഓർമ്മ ദിനം. തെലുങ്ക് സിനിമയിലെ സൂപ്പർ സ്റ്റാറും പിൽക്കാലത്ത് രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു NT രാമറാവു. സൗന്ദര്യവും ശബ്ദഗാംഭീര്യവും നർമ്മബോധവും സംഗീതജ്ഞാനവും ആക്ഷനും മാനറിസങ്ങളും മാന്യതയും ഒരുപോലെ ഒത്തിണങ്ങിയ NTR പതിറ്റാണ്ടുകളോളം തിരശ്ശീലയിൽ സൂപ്പർ നായകനായി വിലസി. ഇദ്ദേഹത്തിന്റെ സമവയസ്കനും കൂടുതൽ മികച്ച അഭിനേതാവുമായിരുന്നു നാഗേശ്വര റാവു. എന്നിലും ജനങ്ങൾക്ക് സ്റ്റൈൽ പാഷൻ ഹീറോ NTR ആയിരുന്നു. തെലുങ്ക് സംസ്കാരത്തെ തനിമയോടെ ഉയർത്തിക്കാട്ടിയ സാംസ്കാരിക നായകനും തെലുങ്കുദേശം പാർട്ടിയുടെ സ്ഥാപകനുമാണ് അദ്ദേഹം. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി 2 വട്ടം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്.
1960 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. നന്ദമുറി താരക രാമറാവു ജനിച്ചത് കൃഷ്ണ ജില്ലയിലെ ഗുഡിവാഡ താലൂക്കിൽ നിർമ്മിക്കുരു എന്ന ഗ്രാമത്തിലാണ്. നന്ദമുറി ലക്ഷ്മണയ്യ രാമമ്മ എന്നീ ദമ്പതികളുടെ മകനായിരുന്നു ജനനം. പ്രാഥമിക വിദ്യാഭ്യാസം വീട്ടിലായിരുന്നു. വിജയവാഡയിൽ സ്കൂളിൽ നിന്നും മെട്രിക്കുലേഷൻ നേടി. വിജയവാഡയിൽ നിന്നും പ്രീ യൂണിവേഴ്സിറ്റിയും ഗുണ്ടൂർ ആന്ധ്ര ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ബിരുദവും നേടി. ഗുണ്ടൂരിൽ കോളേജിൽ കുറച്ചുകാലം ഒരു സബ് രജിസ്ട്രാറായി ജോലി നോക്കിയിരുന്നു. 3 നാൾ സർക്കാർ ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം നടനാവാൻ തീരുമാനിച്ചു. 1949 മാനദേശം എന്ന തൻ്റെ ആദ്യ സിനിമയിൽ പോലീസുകാരനായി വേഷമിട്ടു. രണ്ടാമത് സുബ്ബറാവു സംവിധാനം ചെയ്ത പല്ലട്ടൂരി പിള്ളയിലും അഭിനയിച്ചു. 1982 അദ്ദേഹം തെലുങ്കുദേശം പാർട്ടി രൂപവൽക്കരിച്ചത്. ഹിന്ദിവൽക്കരണത്തിനെതിരെ ദ്രാവിഡ തനിമയ്ക്കായി വാദിച്ചു. ശേഷം അദ്ദേഹത്തിന്റെ ജനങ്ങളിലുള്ള പ്രഭാവം മൂലം പാർട്ടി അധികാരത്തിലേറി. 1995 മരുമകൻ ചന്ദ്രബാബു നായിഡുവിനെ സ്ഥാനം നൽകി അദ്ദേഹം രാഷ്ട്രീയ രംഗം വിട്ടു. തെലുങ്ക് ചലച്ചിത്രത്തിലെ ചക്രവർത്തി എന്നാണ് അദ്ദേഹത്തെ ജനങ്ങൾ പറഞ്ഞിരുന്നത്. ഘനശബ്ദത്തിലുള്ള ഡയലോഗുകളും പുരാണ കഥാ സിനിമകളിലെ അമാനുഷിക വേഷങ്ങളും തെലുങ്ക് സംസ്കാരത്തെ പുകഴ്ത്തിയുള്ള ഗാനങ്ങളും ഫൈറ്റ് സീനുകളും പ്രേക്ഷകരെ ഹരം പിടിപ്പിച്ചു. ബംഗാളിൽ ടാഗോർ എന്ന പോലെ ആന്ധ്രക്കാർക്ക് രാമറാവു ഒരു ലഹരിയാണ്. ആദ്യകാലങ്ങളിൽ പുരാണ കഥാപാത്രങ്ങളെ അഭിനയിക്കുന്നതിൽ അദ്ദേഹം വളരെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. മായാബസാറിലെ ശ്രീകൃഷ്ണനായിരുന്നു ആദ്യ പുരാണ വേഷം. ഇതടക്കം 17 സിനിമകളിൽ അദ്ദേഹം ഗോപികമാരുടെ കണ്ണനായി. ദാനവീര ശൂരകർണ എന്ന സിനിമയിൽ കർണനായും, നർത്തനശാലയിൽ പഞ്ചപാണ്ഡവരിലെ അർജുനനായും, സതി സാവിത്രിയിൽ യമദേവനായും, ദക്ഷയാജ്ഞത്തിൽ പരമശിവനായും അദ്ദേഹം അഭിനയിച്ചു. പിൽക്കാലത്ത് ശ്രീരാമന്റെ വേഷം ധരിച്ച് വില്ലേന്തി അദ്ദേഹം ജനങ്ങൾക്ക് ദർശനം നൽകുമായിരുന്നു അത്രേ. 1950 മുതൽ 1965 കാലഘട്ടം വരെ നന്ദമുറി താരക രാമറാവു തെലുങ്ക് ചലച്ചിത്ര മേഖലയിൽ നിറഞ്ഞഭിനയിക്കുകയും ധാരാളം സംഭാവനകൾ നൽകുകയും ചെയ്തു. ആകെ 297 സിനിമകളിൽ വേഷമിട്ടതായി കണക്കാക്കുന്നു. മാനദേശം, മായാബസാർ, കൊണ്ടാട്ട വീട്ടിൽ സിംഹം, ഭൂകൈലാസ്, മിസമ്മ, വെട്ടകടു, തെനാലിരാമന്റെ കഥയായ തെനാലി രാമകൃഷ്ണ, പല്ലട്ടൂരി പിള്ള, നർത്തനശാല, ലവകുശ, ഇണ്ടിഗുട്ടു, ബോബിലി പുലി, ജസ്സി ചൗധരി, പെലി പെഗഡു, ഡ്രൈവർ രാമഡു, അടവി രാമഡു, വേട്ട യഗഡു, യമകള, ജസ്റ്റസ്റ്റ എന്നിവരാണ് പ്രധാന സിനിമകൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.